നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചിക്കൻ ക്ലീൻ ആയിട്ടുണ്ട്. വാവ്, ഒരു അടിപൊളി മണം. എൻ്റെ മുകളിലേക്ക് ഉള്ളി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉണ്ടോ, റൈസ് നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഈ മാവ് വെച്ചങ്ങ് കവർ ചെയ്തു. ഓക്കേ, വാ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ കച്ചവടത്തിനിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. അതൊരു സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ തീർച്ചയായിട്ടും ഉത്സവം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് മീറ്റിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചിക്കൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഫ് ബിരിയാണി ആണെങ്കിൽ ബീഫ്, മട്ടൺ ബിരിയാണി ആണെങ്കിൽ മട്ടൺ, ഏത് മീറ്റിൽ വേണമെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഓരോ ഇതും അവകാശപ്പെടുന്നില്ല. ഹൗ ഐ മേക്ക് മൈ ബിരിയാണി അറ്റ് ഹോം. അതിലും ചെറിയ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് അരിഞ്ഞു വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ പറയാവേ. നമുക്ക് സവോള വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, ചെറിയുള്ളി വേണം. ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞു വെക്കാം. പിന്നെ വേണ്ടത് തക്കാളി, പച്ചമുളക്, പുതിന, മല്ലിയില, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കസ്കസ് ആണ്, വൈറ്റ് കസ്കസ്. വെള്ളം ഒഴിക്കുന്നത് ഇത് കുതിരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ കുതിർത്തേക്ക് നമ്മളപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കസ്കസ് നല്ലോണം കുതിർന്നിരിക്കും. ഇതൊരു 50 grams ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവോള അരിയാന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. ഇഷ്ടം പോലെ സവോള അരിഞ്ഞെടുക്കണം. ഏകദേശം ഇപ്പം ഞാനൊരു കുഞ്ഞി സവോളയും വലിയ സവോളയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 5-8 സവോള എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി അരിയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നല്ല എളുപ്പത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇഞ്ചിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കേണ്ട സാധനങ്ങളാണ്. ഇഞ്ചി കുറച്ച് കൂടുതൽ എടുക്കണം, വെളുത്തുള്ളി അതുപോലെ കുറച്ച് ഒരു 8-10 അല്ലി എടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി അതുപോലെ ഒരു 10-12 അല്ലി അതും എടുക്കണം. ഇത്രയും സാധനം ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയാനുള്ളത് നമ്മുടെ ചിക്കൻ. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട് ചെയ്തല്ലോ. ഞാനൊരു ഫുൾ ചിക്കനായിട്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ, മുറിക്കണം എങ്ങനെയാണെന്നൊക്കെ. എന്തായാലും നമുക്ക് ബിരിയാണി പീസായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം ലെഗും ഇതുണ്ടോ, ലെഗ് പീസ്, പിന്നെ അതിൻ്റെ തൈ, ഈ 2 പീസ് മുറിച്ചെടുക്കാം. ഞാനൊരു 16 പീസായിട്ട് നമ്മുടെ ചിക്കൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇത് നമ്മുടെ ആ ബ്രസ്റ്റ് പീസാണ്, ഫുൾ മാംസം മാത്രമുള്ളത്. ഞാൻ കഴിയുന്നത് ഈ പീസ് ചിക്കൻ ബിരിയാണി വെക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ കറി വെക്കുമ്പോഴാണെങ്കിലും ഞാനത് യൂസ് ചെയ്യാറില്ല. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബോൺലെസ് ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ പക്കോടയോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒരു സ്പൂൺ വിനീഗറും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതൊന്ന് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. ഇത് കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചിക്കൻ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശകലം മൈദ വേണം. ഒരു 2 കപ്പ് മൈദ അതവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്കതൊരു ചെറു ചൂടുവെള്ളത്തിൽ, 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു ലൂക്ക് വാം വാട്ടർ മതി.
നമ്മൾ ഇത് ഈസ്റ്റും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നല്ലപോലെ കലക്കിയെടുത്തു. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഈ വെള്ളം ഒഴിച്ചങ്ങ് കുഴയ്ക്കാവേ. 2 കപ്പാണ് നമ്മൾ മൈദമാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അവിടെ വച്ചേക്കാം. നമുക്ക് എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാവേ. ആദ്യം നമുക്ക് അരച്ചെടുക്കേണ്ടത് പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ദേ ഇവിടെ പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു എത്ര ഇതാ 1 2 3 4 5 6 7 8 9 ഒരു 10 12 പച്ചമുളക് എന്തായാലും വേണം. ഇഞ്ചി ഇത്ര ഇഞ്ചി ഇട്ടാൽ മതി. ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് 4 ഗ്ലാസ് അരി, അതായത് ഒരു 8 പേർക്ക് കഴിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ വീട്ടിൽ 4 ഗ്ലാസ് അരിയൊക്കെ ഇടാൻ ഞങ്ങൾ 2 നേരം കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 8 പേർക്ക് കഴിക്കാനുള്ള അത്രയും അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ. ഇനി ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരച്ചു, അതവിടെ മാറ്റി വെച്ചു. ഇനി കുറച്ച് ഇലകൾ നമുക്ക് അരയ്ക്കാനുണ്ട്. അതിന് ഞാൻ ഈ വലിയ ജാർ എടുക്കുക. അതിലേക്ക് കറിവേപ്പില ദേ 1 2 3 4 5 ഇതള് കറിവേപ്പില അത് വേണം. പിന്നെ പുതിന, നല്ല ഫ്രഷ് പുതിന കേട്ടോ, ഇത്രയും പുതിന. മല്ലിയില ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഇടുവാണേ. നമ്മുടെ പുതിന, മല്ലിയില, കറിവേപ്പിലയൊക്കെ അരച്ചു കഴിഞ്ഞു. അഥവാ അരയുന്നില്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അല്ല 1/4 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാവേ. അപ്പോൾ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ ആരംഭിച്ചാലോ. ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചു. ഓക്കെ, ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതൊന്ന് കല്ലിൽ വെച്ച് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അരച്ചാലും മതി. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കുന്നതൊക്കെ കാണിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാണിച്ചില്ലെന്നുള്ളൂ. ഇത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാം. നമ്മൾ കസ്കസ് ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ വാടിയ ശേഷം അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബിരിയാണിയുടെ സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ, എന്നിട്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ കസ്കസ് പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലിങ്ങനെ നല്ലോണം വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇലകളെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ഈ ഒരു മിക്സ്ചർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതൊഴിച്ചിട്ട് നമ്മുടെ ഈ ജാറൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത്രയും വെറുതെ വേസ്റ്റായി പോകും. അതൊന്ന് ശകലൊന്ന് ഇച്ചിരി ഒന്ന് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ നിന്നും കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരു പിടി സവോള പിന്നെ തക്കാളി അതും ഒരു പിടി. ഇനി നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് മഞ്ഞൾ ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്തോളൂ കേട്ടോ.
മഞ്ഞളും ഉപ്പും. പുറത്ത് നല്ല മഴ പെയ്യാൻ ശബ്ദം കേൾക്കുന്നില്ലേ? നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കും. ഉപ്പ് ആവശ്യത്തിന്. ചിക്കനൊക്കെ നല്ല ഭംഗിയായിട്ട് ചാടാനായിട്ട് റെഡി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതിലോട്ടിടാം. ചിക്കനിൽ അരപ്പൊക്കെ പിടിക്കാനായിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ വെച്ച് പൊടിച്ചൊരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, പിന്നെ തക്കോലം, ഈ കസ്കസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഒരു 1-1.5 സ്പൂൺ ആഡ് ചെയ്യാം. ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡറും കൂടെ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. യെസ്, മതി. ഇനി നല്ലോണം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കാം. യെസ്, ആവശ്യത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ഉപ്പ് ശകലം ഒന്ന് മുൻപിൽ നിൽക്കണം കേട്ടോ. അത് നമ്മൾ ബാക്കി മിക്സൊക്കെ ആഡ് ചെയ്യുമ്പം എന്നാലും ആ ഇറച്ചിയിലൊക്കെ നല്ലപോലെ ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ വെള്ളം വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി ആ ചിക്കനിൽ നിന്ന് തന്നെ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. നമുക്കിത് അടച്ചു വയ്ക്കാം. യെസ്, ഞാൻ നമുക്ക് ബിരിയാണിക്ക് റൈസിന് വേണ്ടി ഇടി കിട്ടണു. റൈസിന് വേണ്ടിയിട്ട് ഇതാ കൈമ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 4 കപ്പ്, അതാ ഈ കപ്പിന് 4 കപ്പ്. ഇനി നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. നമ്മുടെ അരി ഇതേ കഴുകി ഞാൻ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചതച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ എന്തായെന്നൊന്ന് നോക്കണമല്ലോ. വാവ്, ഒരു അടിപൊളി മണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 1/4 വേവല്ല, 1/4 കൂടുതലായിട്ടുണ്ട്. ഇനി ബാക്കി ദമ്മിടുമ്പോൾ വെന്തോളും. നമുക്കത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ അരി വേവിക്കാനായിട്ട് ഇതാ കുക്കർ അടുപ്പത്തിട്ട് വയ്ക്കുകയാണേ. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, അതിൻ്റെ കൂടെ വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കാം. എന്നിട്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്പൈസസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ അടുത്ത് തരാം. ഒരു 5-6 ഏലക്കായ, പിന്നെ പട്ട, ഗ്രാമ്പൂ. നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് പട്ട ആഡ് ചെയ്യണം, ഗ്രാമ്പൂ ആഡ് ചെയ്യണം, ഏലക്കായും ആഡ് ചെയ്യണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ഇത്രയും മല്ലിയില അതും കൂടെ അതിനകത്തോട്ട് ഇടുവാണേ. പിന്നെ പുതിനയില, നമ്മൾ ഇത്രയും ഇട്ട് ഒന്ന് നല്ലോണം ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ. വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ 4 കപ്പിൽ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 1.5 ഗ്ലാസ് വെച്ചിട്ട് 1.5 കപ്പ് വെള്ളം ആ അരിക്ക് അത്രയും വേണം, 1 ഗ്ലാസ് അരിക്ക്. അപ്പോൾ 1, 2, 3, 4, 5, 6. ഇനി ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരി അങ്ങോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഇത് അടുപ്പത്തേക്ക് അരി വെച്ച് കഴിഞ്ഞു. എന്നിട്ടൊരു ചെറിയ നാരങ്ങയുടെ പകുതി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ശകലം ഒന്ന് പിഴിഞ്ഞെടുക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്കും അരികൾ തമ്മിൽ ഇങ്ങനെ
ഒട്ടി ഇങ്ങനെ ഇതാവാതിരിക്കാനും പിന്നെ പ്ലസ് ചെറിയൊരു ആ ഒരു പുളി ഉണ്ടാവുമല്ലോ നാരങ്ങയുടെ, അതും നല്ല ടേസ്റ്റായി. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ ഈ പാൻ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ട് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, സവോള ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു ബാലൻസ്, അതുകൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി അവിടെ വഴറ്റിക്കഴിഞ്ഞു. ഇനി അപ്പം നമ്മളിവിടെ ഒരു സാധനം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ടേ. ഇത് കണ്ടോ, നമ്മൾ 2 കപ്പ് മൈദ ഇട്ട് ഈസ്റ്റും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. അത് ഇത്രയും വലുതായി. അത് ഈസ്റ്റ് ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിനിയിപ്പോൾ ഇവിടെ വെച്ചാണ് പരത്താൻ പോകുന്നത്. ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചിട്ടതാണ്. അവിടേക്ക് ശകലം മൈദ ഇടാം. നമുക്ക് നല്ല ഒത്തിരി ഒന്ന് വലുപ്പത്തിൽ പരത്തി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് തറയിൽ നമുക്ക് മറ്റേ വട്ടത്തിൽ ചപ്പാത്തി പലകയിലൊന്നും പരത്തിയാൽ ശരിയാവത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് മൈദ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും യൂസ് ചെയ്യാം. പക്ഷേ മൈദയ്ക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു പശ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് മൈദ കൊണ്ട് ചെയ്യാനാണെങ്കിൽ. ഇനി ഈ ഒരു കുഞ്ഞി പാത്രത്തിലേക്ക് നമുക്ക് ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതിന് മുമ്പായിട്ട് ശകലം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ ഒന്ന് തൂത്തെടുത്താൽ മതിയേ, ഒരുപാട് വേണ്ട. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പാത്രത്തിനകത്തോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം തന്നെ ശകലം നെയ്യ് ഒഴിക്കാവേ. ഇതിൻ്റെ മുകളിലേക്ക് ഉള്ളി, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിൻ്റെ അടിയിലോട്ട് ഇടുവാണേ. എന്നിട്ട് റൈസ് ഉണ്ടോ, റൈസ് നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. അത് അടിയിലോട്ട് അങ്ങിടാം. ശകലം മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതാണ്, അത് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശകലം ഇട്ടാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് റൈസ് ആഡ് ചെയ്യാം. പട്ട ഗ്രാമ്പൂ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊരു ശകലം അതൊന്ന് തൂവിക്കൊടുക്കാം. കുറച്ച് ഗീ, പിന്നെ നമ്മുടെ ഉള്ളി സവോള വഴറ്റിയത്, മല്ലിയില പുതിനയില. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഈ മാവ് വെച്ചങ്ങ് കവർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഈ പർദ ബിരിയാണിയുടെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം. നമുക്കതിനായിട്ട് ഇതൊന്ന് ദം ഇടണമല്ലോ. പർദ്ദ ഇട്ടിട്ടാണ് നമ്മൾ ദം ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഴയ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ അടി കട്ടിയുള്ള പ്ലേറ്റ് ആണെങ്കിൽ ചില ഡയറക്റ്റ് വെച്ചാലും മതി. പക്ഷേ ഒരു സേഫ്റ്റിക്കായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഇത് ബോയിലായി കിട്ടുകയും ചെയ്യും, അടിഭാഗം കരിഞ്ഞു പോവാതെ നമുക്ക് സേഫായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ ഉണ്ടാക്കുന്ന ഈ പർദ ബിരിയാണി.
സോ നമ്മളെ പർദ്ദയൊക്കെ ഇട്ട് ബിരിയാണി അതിനകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ദം ഇട്ടിരിക്കുകയാണ്. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം, ഒരു 10 minutes അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചു. നമ്മുടെ ബാക്കി കുറേ ചിക്കനും റൈസും എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നോർമലായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ചെയ്യുമ്പോൾ ദമ്മിടുന്ന പോലെ അങ്ങ് ചെയ്യാം. അപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ എല്ലാം താഴെ അവിടെ ഇരിക്കട്ടെ. റൈസ് ആഡ് ചെയ്യാം. ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കങ്ങ് ആഡ് ചെയ്താൽ മതി. നമ്മുടെ ബിരിയാണി ഇനി ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ഇതും കൂടെ ദം വയ്ക്കാം. മൊത്തം കവർ ചെയ്തിട്ട് നമ്മൾ അടപ്പും വെച്ച് അടച്ചു കഴിയുമ്പം അതിനകത്ത് കാറ്റൊന്നും ഇതൊന്നും കയറത്തില്ല. ഇതും നമുക്കൊന്ന് ദമ്മിടാം കേട്ടോ. അതിനും നമ്മുടെ സെയിം മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അടിയിൽ പിടിക്കത്തില്ല. അത് അവിടെ ഇരുന്നിട്ട് ദമ്മാവട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാവേ. പർദ്ദയുടെ താഴെയുള്ള പോർഷൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യണം. അത് നെയ്യ് വെച്ച് തന്നെ നമ്മൾ ഗ്രീസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ നമ്മുടെ പർദ്ദ ഇസ് ഓൾമോസ്റ്റ് ഡൺ. ഇനി ഒന്ന് തുറന്നു നോക്കട്ടെ. വാ, സോ നമ്മുടെ 2 ടൈപ്പ് ഓഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പർദ്ദ ബിരിയാണി ആൻഡ് നോർമൽ ബിരിയാണി. എൻ്റെ സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ്. ആരുടെയും റെസിപ്പി ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. സോ ഇനി അതിൻ്റെ ലാസ്റ്റ് ഒരു ഫൈനൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്കിത് തുറന്ന് നോക്കാം. എന്തെന്ന് പ്രാർത്ഥിക്കണേ? പോടാടുന്നു. എന്റെ പർദ്ദയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്റെ കുക്കിങ്ങിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പർദ്ദ ഊരാൻ പോവാണേ. കത്തിയൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിരിക്കുക. കണ്ടോ, വാ, നല്ല മണം വരുന്നില്ലേ? ഇതിൻ്റെ പുറത്തുള്ള ഔട്ടർ കവർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ബണ്ണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇതും നമുക്ക് കഴിക്കാം. പിന്നെ ഇത് ബിരിയാണി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം. ഹൗ വിൽ ദാറ്റ് ബിരിയാണി ബി. പർദ്ദ ബിരിയാണി അപ്പം നിങ്ങൾ കണ്ടു. ഇനി നമ്മുടെ സാധാ നോർമൽ ബിരിയാണി അത് ഓപ്പൺ ചെയ്യണേ. കണ്ട, അടുത്ത് ജ്യൂസിയായ ചിക്കനൊക്കെ അകത്ത് കിടപ്പുണ്ട്. മസാല ലെയർ അടിയിലാണല്ലേ? യെസ്, രണ്ടും ടേസ്റ്റ് ചെയ്യണം. ആണോ? ചിക്കനൊക്കെ ഒരു 3/4 കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പർദ്ദയിലേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. സാധാരണ ബിരിയാണിന്റെ അല്ലാണ്ട് ചെറിയൊരു ഈ ബണ്ണിന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ആണല്ലേ? പിന്നെ മസാല കുറവാണ്. അതായത് കുറച്ച് ലെസ് ഫ്ലേവർഫുൾ, ലെസ് മസാല ആവശ്യമുള്ളവർക്ക് സൂപ്പർ ആയിരിക്കും. ഇനി ഇതും കൂടെ ടേസ്റ്റ് ചെയ്യാം. രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്യിക്കണമല്ലോ. ബിരിയാണി നോർമൽ എപ്പോഴും ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. എന്നാലും ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയണമല്ലോ. അതല്ലേ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെടും. കാരണം കൂടുതൽ മസാലയും ഭയങ്കര ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇത് കുറഞ്ഞു എന്ന് വേണം പറയാൻ. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രേവി ടൈപ്പായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ആദ്യം തന്നെ കുഴച്ചിട്ട്. അത് രണ്ടും അടിപൊളി ടേസ്റ്റാണ്. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ നമ്മുടെ പർദ്ദ ബിരിയാണി ആൻഡ് നോർമൽ ബിരിയാണി രണ്ടും ഒരു
സെറ്റായിരുന്നു. അവരുടെ ഭാഷയിൽ സെറ്റായിരുന്നു, വേറെ ലെവൽ. ചിഞ്ചമ്മയെ മിസ് ചെയ്യണോ ഞാനിപ്പോൾ? എന്തായാലും നമ്മുടെ പർദ ബിരിയാണിയും നോർമൽ ബിരിയാണിയുടെയും റെസിപ്പി നിങ്ങൾ കണ്ടു. രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഉറപ്പായിട്ടും എനിക്ക് കമൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും അടിപൊളി സൂപ്പർ വീഡിയോവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ, സീ യു.